വീണ്ടും ഒരു പുതിയ അധ്യയന വർഷം കൂടി നമ്മളിലേക്ക് ആഗതമായിരിക്കുന്നു. പുതുപ്രതീക്ഷകളും പുതുചിന്തകളുമായി നമ്മുടെ മക്കൾ വീണ്ടും സ്കൂളിലേക്ക് തിരികെ പോവുകയാണ്. ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ രക്ഷിതാക്കൾ ചില ചിട്ടയും ചില രീതികളും സ്വീകരിച്ചാൽ എല്ലാ പ്രഭാതവും സന്തോഷമുള്ളതാക്കി മാറ്റാൻ കഴിയും. ഒന്നാമതായി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ദിനചര്യയുടെ ഒരു ടൈം ടേബിൾ നിർമ്മിക്കുക. രാവിലെ ഉണരുന്നതിൻ്റെയും രാത്രി ഉറങ്ങുന്നതിൻ്റെയും സമയം അതിൽ കുറിക്കണം. രാവിലെ സ്കൂളിൽ പോകും മുമ്പും വൈകിട്ട് വീട്ടിലെത്തിയ ശേഷവും ചെയ്യേണ്ട പഠന പ്രവർത്തനങ്ങളും അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. ക്രമമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ടിക്കിടുകയും അതിന് സമ്മാനവും അഭിനന്ദനങ്ങൾ നൽകുകയും ചെയ്യുക. ഇത് കുട്ടികളിൽ കൂടുതൽ സന്തോഷവും കൂടുതൽ ഊർജ്ജസ്വലതയും നൽകും. സ്കൂളിൽ പോകുമ്പോൾ ധരിക്കേണ്ട യൂണിഫോമുകൾ നേരത്തെ തയ്യാറാക്കി വെക്കണം. മിക്ക വീടുകളിലെയും മിക്ക കുട്ടികളുടെയും അവസ്ഥ വൈകിട്ട് സ്കൂൾ വിട്ട് വന്നാൽ ഷൂസോ അവന്റെ ചെരുപ്പോ ഒരേറാണ്. അവന്റെ ബാഗും മേശപ്പുറത്തേക്ക് വലിച്ചൊരേറാണ്. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകാൻ നോക്കുമ്പോൾ അത് കാണുകയില്ലല്ലോ. പിന്നെ അതിനായിരിക്കും രാവിലെ മാതാപിതാക്കളുമായി കുട്ടികൾ ആദ്യം കലഹിക്കേണ്ടി വരിക. സ്കൂൾ വിട്ടുവന്നയുടനെ അവന്റെ ഷൂസ് അല്ലെങ്കിൽ അവളുടെ ഷൂസ്, ചെരുപ്പ് അത് വൃത്തിയാക്കി വെക്കാൻ ആവശ്യപ്പെടണം. ഇങ്ങനെ വൃത്തിയാക്കി വെക്കാൻ ആവശ്യപ്പെടുന്നതിലൂടെ ശുചിത്വശീലവും അറിയാതെ കുട്ടികളിലേക്ക് പകർന്നു നൽകപ്പെടാൻ കഴിയും. മാത്രമല്ല, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വൃത്തിയും ശുദ്ധിയും ഈമാനിന്റെ ഭാഗമാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. കേവലം ഷൂസ് മാത്രമല്ല, അവനുപയോഗിക്കുന്ന കുടകളും മറ്റ് ഉപകരണങ്ങളും എല്ലാം കൃത്യമായി നിശ്ചിതമായ ഒരു സ്ഥലത്ത് തന്നെ അടുക്കി വെക്കാൻ അവനെ പ്രോത്സാഹിപ്പിക്കണം. പിറ്റേ ദിവസത്തെ ഒരു സാധനം കാണുന്നില്ല എന്ന് പറയുന്ന തിരഞ്ഞു നടക്കുന്നതിന്റെ സമയങ്ങൾ ലാഭിക്കാൻ കൃത്യനിഷ്ഠത നമ്മെ സഹായിക്കും. രണ്ടാമത്തേത്, കുട്ടികളുടെ ഉറക്കം കൃത്യമായിരിക്കണം. രാവിലെ എഴുന്നേൽക്കാനാണ് പല കുട്ടികൾക്കും മടിയുണ്ടാവാറുള്ളത്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം രക്ഷിതാക്കൾ തന്നെയാണ്. പലപ്പോഴും രക്ഷിതാക്കൾ അധികം വൈകിയാണ് കിടന്നുറങ്ങാറുള്ളത്. മൊബൈൽ ഫോണിലും മറ്റു തിരക്കിലുമായി കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനാൽ അവരുടെ ഉറക്കം ഏറെ വൈകിയാകും ഉണ്ടാകുന്നത്. വൈകി ഉറങ്ങുന്നതിനാൽ കുട്ടികൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ വളരെയേറെ പ്രയാസപ്പെടും. അത് അവരുടെ പഠനത്തെ ബാധിക്കുകയും ചെയ്യും. അതിന് നാം കുട്ടികളെ നേരത്തെ ഉറക്കുകയും നേരത്തെ ഉണർത്തുന്ന ശീലം ഉണ്ടാക്കുകയും ചെയ്യണം. രാത്രി പരമാവധി 10 മണിക്ക് മുമ്പെങ്കിലും കുട്ടികളെ ഉറക്കിയിരിക്കണം. കാരണം കുട്ടികൾ 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങണമല്ലോ. മൂന്നാമത്തേത്, സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവരുടെ ബാഗ് കൃത്യമായി പരിശോധിക്കണം. കുട്ടികൾ എപ്പോഴും തന്റെ മുമ്പിലുള്ളവരെ അനുകരിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെയേറെ ശ്രദ്ധിച്ചു വേണം കുട്ടികളോട് ഇടപഴകാൻ. തന്റെ മകന്റെ ബാഗിൽ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതോടൊപ്പം ആവശ്യമില്ലാത്ത ഒരു വസ്തുക്കളും ഇല്ല എന്നും നാം ഉറപ്പുവരുത്തിയിരിക്കണം. വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും നാം കുട്ടികളുടെ കയ്യിൽ കൊടുത്തുവിടരുത്. സ്വർണമോ മൊബൈൽ ഫോണോ തുടങ്ങിയ വസ്തുക്കളൊക്കെ നാം ഒഴിവാക്കണം. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നാം നൽകുകയും വേണം. കുടയും പെൻസിലും എറേസറും വാട്ടർ ബോട്ടിലും അതാതിന്റെ സ്ഥാനത്ത് തന്നെ വെച്ചു കൊടുക്കണം. എല്ലാം എവിടെയെങ്കിലും ഏതെങ്കിലും വസ്തുക്കൾ ഏതെങ്കിലും സ്ഥലത്ത് വെക്കുക എന്നതിനപ്പുറം നാം ഓരോ സാധനങ്ങളും വെക്കേണ്ട സ്ഥലങ്ങൾ നാം കൃത്യമായി കാണിച്ചു കൊടുക്കുകയും അത് വെച്ചു കൊടുക്കുകയും ചെയ്യണം. ആദ്യമാദ്യം മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുകയും പിന്നീട് കുട്ടികളെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. നാലാമത്തത്, ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ കുട്ടിയെ നിർബന്ധിക്കണം. കുട്ടിക്ക് നിർബന്ധമായും പ്രഭാത ഭക്ഷണം കൊടുത്തു മാത്രമേ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാവൂ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ബ്രെയിൻ ഫുഡ്. പ്രഭാത ഭക്ഷണം ആരോഗ്യത്തെ മാത്രമല്ല ബുദ്ധിയെയും കൂടുതൽ സ്വാധീനം ചെലുത്തുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. 50% കുട്ടികൾക്കും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം പഠനത്തിരക്കിനിടയിൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നു എന്നത് തന്നെയാണ്. കുട്ടികളുടെ പഠനശേഷിക്ക് അവന്റെ ആഹാരവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ രാവിലെ നമ്മൾ കൊടുക്കരുത്. നിർബന്ധിച്ച് കഴിപ്പിക്കുകയും അരുത്. മനസ്സറിഞ്ഞ് കുട്ടികൾ സ്വയം കഴിക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്കത് കഴിക്കാനും അതിനോട് താല്പര്യവും ഉണ്ടാവുകയുള്ളൂ. ഇക്കാലത്ത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും വാഹനം നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ്. ആ പേടിയിൽ കുട്ടികൾ വാരി വലിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുന്ന പതിവാണുള്ളത്. അഞ്ചാമത്തേത്, കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് കുടിക്കാൻ നല്ല ശുദ്ധമായ വെള്ളം കൊടുത്തുവിടണം. കൊടുത്തുവിട്ടാൽ മാത്രം പോരാ, ആ വെള്ളം നമ്മുടെ മക്കൾ കുടിക്കുന്നുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തുകയും വേണം. പല കുട്ടികളും സ്കൂളിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന പ്രയാസമോർത്ത് വെള്ളം കുടിക്കാത്തവരുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. വെള്ളം കുടിക്കാതിരുന്നാലും മൂത്രമൊഴിക്കാതിരുന്നാലും പല രോഗങ്ങളും വന്നു ചേരുമെന്ന് നമ്മുടെ മക്കളെ നാം ഉണർത്തണം.
കുട്ടികളുടെ കൈപിടിച്ച് മുറ്റത്തേക്കിറക്കി സന്തോഷത്തോടെ യാത്രയക്കാൻ രക്ഷിതാക്കളായ നാം ഓരോരുത്തർക്കും കഴിയണം. കുട്ടികളെ സലാം പറയുന്ന ശീലം അവരിൽ വർദ്ധിപ്പിക്കണം. ചെറുപ്പത്തിലെ കുട്ടികൾ സലാം പറയുന്നത് ശീലിച്ചാൽ അവരുടെ ജീവിതത്തിൽ ആ ശീലം തുടർന്നുകൊണ്ടേയിരിക്കും. സലാം പറയുന്നത് പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കുട്ടികളുടെ പഠന നിലവാരത്തെക്കുറിച്ചും അവരുടെ സ്വഭാവ രീതികളെക്കുറിച്ചും ടീച്ചേഴ്സുമായി നിരന്തരമായി നാം ഇടപെടുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ടീച്ചേഴ്സ് കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാനും കുട്ടികൾക്ക് കൂടുതൽ പഠനത്തിൽ താല്പര്യമുണ്ടാകാനും സഹായിക്കും. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ പുസ്തകവും മറ്റും നിശ്ചിത സ്ഥലത്തു വെക്കാൻ നിർദ്ദേശിക്കുക. ശേഷം അല്പം കളിക്കാനും മാനസികോല്ലാസത്തിനും നാം സമയം കൊടുക്കണം. അവർ രാത്രിയിൽ അവരുടെ പുസ്തകവും ഡയറിയും എല്ലാം പരിശോധിക്കണം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കും. മറ്റൊന്ന്, രാത്രി ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുന്ന ശീലം ഒഴിവാക്കണം. കഴിവതും നേരത്തെ തന്നെ രാത്രി ഭക്ഷണം കഴിക്കണം. വായിക്കാനും എഴുതാനുമൊക്കെയുള്ള സ്ഥലം കുട്ടികൾക്ക് നാം പ്രത്യേകമായി ഒരുക്കി കൊടുക്കണം. അതിനുള്ള സൗകര്യവും സമയവും ഒക്കെ നാം ചെയ്തു കൊടുക്കണം. കഴിവതും ബെഡ്റൂമിൽ നിന്ന് പഠിക്കുന്നത് ഒഴിവാക്കുക. അത് കൂടുതൽ ഉറക്കത്തിലേക്കും അലസതയിലേക്കും തള്ളിവിടാൻ കാരണമാകും. മറ്റൊന്ന്, കുട്ടികളുടെ കയ്യിൽ ഒരാവശ്യത്തിനും നാം പൈസ കൊടുത്തു വിടരുത്. അവർ അത് അനാവശ്യമായി മിഠായി വാങ്ങാനും മറ്റും വിനിയോഗിക്കുകയും ദൂർത്തടിക്കുന്ന ശീലം അവരിൽ വളർന്നു വരികയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ. സ്കൂളിൽ നിന്ന് വന്നാൽ പല കുട്ടികളും രക്ഷിതാക്കളുടെ ഫോണുകൾ ഉപയോഗപ്പെടുത്തി മണിക്കൂറുകളോളം ഫോണുകൾ ഉപയോഗിക്കുന്ന ശീലം കണ്ടുവരാറുണ്ട്. ഇത്തരം ശീലങ്ങൾ കുട്ടികളിൽ ദുസ്വഭാവങ്ങളും ദുർവാശികളും സൃഷ്ടിക്കും. മാതാപിതാക്കൾ കൃത്യമായ സമയത്ത് കൃത്യതയോടെ ഇടപെട്ടാൽ മാത്രമേ നമ്മുടെ മക്കൾ നമുക്ക് നാളത്തേക്ക് ഉപകരിക്കുകയുള്ളൂ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കി തരട്ടെ.